അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? 2025 ആയില്ലേ? എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ? അപ്പോൾ നമ്മൾ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ നമ്മളെ മനസ്സിൽ ഒരൊറ്റ തേട്ടമുള്ളൂ. 2024 മാതിരിക്കത്തെ ഒരു കൊല്ലം നമ്മൾ ഈ 2025 2026 ഒക്കെ ഇനിയില്ല അങ്ങോട്ടുള്ള കൊല്ലങ്ങളൊക്കെ 24 മാതിരിക്കത്തെ ഒരു കൊല്ലം ആകാതിരിക്കട്ടെ എന്നാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിച്ചത്. അതെന്താണെന്നുള്ളത് സ്ഥിരം വീഡിയോ കണ്ടവർക്കൊക്കെ ചിലപ്പോൾ അറിയിക്കാനും. എന്താ വെച്ചാൽ നമ്മളെ വയനാട്ടിലുള്ള ഒരു കുടുംബക്കാരുണ്ടായിരുന്നല്ലോ, 5 ആൾക്കാരാണ് നമ്മളെ കുടുംബത്തിൽ നിന്ന് പോയത്. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൊല്ലം ഇനി അങ്ങോട്ട് ഉണ്ടാകാതിരിക്കട്ടെ എന്നും അങ്ങനത്തെ ഒരു ദുരന്തമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്യുന്നുണ്ടോ. ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര ആൾക്കാർ ഇനിയും കിട്ടാനാണല്ലേ, അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അങ്ങനെ ഒരു കൊല്ലം ഇനി ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പഠിച്ചവനോട് ദുആ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പോൾ രാവിലെ അല്ല വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കോഴി കൊടുന്നീനി കേട്ടോ. അപ്പോൾ അത് ചാറ് വെക്കാണ്. അപ്പോൾ എന്തിനാ വെച്ചാൽ രാവിലേക്കൊക്കെയാണ് കേട്ടോ ചാറ് വെക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ട് പൊരിച്ചു കേട്ടോ ചോറ്റയ്ക്ക്. പിന്നെ അതിൻ്റെ കൗത്തും കാലും ചിറകും ഒക്കെ പാടിട്ടിട്ട് രാവിലെ നമുക്ക് ചാറുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ അരി പൊടിപ്പിച്ച് കൊടുന്നിരിക്കണമല്ലോ. അപ്പം മക്കൾ അരി പൊടിപ്പിച്ച് കൊടുന്നപ്പോൾ മക്കൾ പറഞ്ഞിനി കേട്ടോ, തമ്മച്ചിയെ കോഴി കൊണ്ടുവരുമ്പോൾ പത്തിരി ചുട്ടരിണ്ടീന്ന്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കോഴി കൊടുന്നപ്പം അതൊക്കെ ഇട്ടിട്ടൊന്ന് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തേങ്ങ അരച്ച് പാർന്നാൽ മതിയല്ലോ. അപ്പോൾ ഈ പത്തിരി ചുടലും ചാറുണ്ടാക്കലും ഒക്കെ പാടെ നേരത്താകുമ്പോൾ ഗതിയുടെക്കാരം. അപ്പോൾ നമ്മൾ തലേന്ന് എല്ലാ പണിയും ഒരുക്കി വെച്ചിരിക്കണം കേട്ടോ. ഇന്നത് നമ്മൾ നേരം വെളുക്കുമ്പോഴത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ചാറിപ്പോൾ ഞാൻ കുക്കറിൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കരിയേപ്പൊക്കെ ഇട്ട് കണ്ട് അങ്ങനെയാണ് കൂക്കിച്ചിക്കാണ്. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിക്കണം കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോസിലും കാട്ടിക്കണ്. ഏലക്കായും കറാമ്പൂവും ഒരു പട്ടൻ്റെ ഒരു കഷ്ണമിട്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇലയിട്ട് നമ്മൾ പെരിഞ്ചീരകം ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് വെക്കൂട്ടോ. എന്നിട്ട് രാവിലെയാണ് കേട്ടോ അരച്ച് പാരുക. അപ്പം ഇനി വൈകുന്നേരം അരച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. വെച്ചെങ്കിൽ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അരച്ചുകാണ്ട് രാവിലെ പാരാന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ആയിക്കണം കേട്ടോ. അങ്ങനെ രാവിലെ ആയി നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പം ഇനി പത്തിരിക്ക് പൊടി വാട്ടണമല്ലോ. അപ്പോൾ അതിനില്ല വെള്ളം കൂടി നമുക്ക് ചട്ടിയിലെടുത്ത് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞാനിനി അതും കൂടി വെക്കട്ടെ. ഇനി നമുക്ക് പൊടി പോയി എടുക്കാം കേട്ടോ. അപ്പം നൂൽപുട്ടൊക്കെ ചുട്ടി ഇനി നമ്മൾ പൊടി പൊടിച്ചിട്ടല്ല അരി പൊടിച്ചിട്ട്. അപ്പം നമ്മൾ ഒരു 200 അരി എടുക്കുന്നുണ്ട്. 200 അരിയല്ല, 200 അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 200 എടുക്കുകയാണ്. കാരണം പത്തിരിയല്ലേ, പത്തിരിയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചുടൂലല്ലോ. പത്തിരി ചൂടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം അത് വാട്ടി കുഴച്ച് പരത്തി ഉരുളയാക്കി അതൊക്കെ ആകുമ്പോൾ ഭയങ്കര തൊരിണിയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മിന്നൂട്ടി പറയും, ഇനിയിപ്പോൾ നോലുമ്പ് വരണല്ലോ അമ്മച്ചിയെ പത്തിരി തിന്നണമെങ്കിൽ. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയേടായി കേട്ടോ. ആ അരി പൊടിപ്പിച്ച് കൊടുന്നതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ നോൽമ്പ് വരാൻ നിൽക്കണ്ട, അപ്പോൾ എന്നാൽ നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി പത്തിരിയല്ല എത്ര ചുട്ടാലും ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് അപ്പളും ഇപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ തിന്നോളൂ കേട്ടോ. ഇനി രാവിലെ മദ്രസക്ക് പോകുമ്പോൾ തിന്നും, പിന്നെ വന്നിട്ട് തിന്നും. പിന്നെ ഒരു സ്കൂൾക്ക് പോയി പിന്നെ സ്കൂൾ വിട്ടെന്നാലും 4 മണിക്ക് തിന്നും. പിന്നെ ബാക്കി ഇട്ടിച്ചെങ്കിൽ കിടക്കുമ്പോൾ വൈകുന്നേരം ചോറ് തിന്നാതെ പത്തിരുന്നു അങ്ങനെയൊക്കെ തിന്നിട്ടോ. വെച്ചെങ്കിൽ തിന്നു പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കുറേ തിന്നും. 2 എണ്ണം 3 എണ്ണമൊക്കെ തിന്നുള്ളൂ കേട്ടോ. ഇത് എപ്പോഴും തിന്നാൻ നിങ്ങൾ കരുതേത് കേട്ടോ. അപ്പോൾ മക്കൾ തിന്നുമ്പോൾ 1 അല്ലെങ്കിൽ 2 എണ്ണം, ഏറിയ 3 എണ്ണം കേട്ടോ. അതും സനു അങ്ങനെ തിന്നൂല, മിന്നൂട്ടിക്കാണ് കേട്ടോ പത്തിരി ഭയങ്കര തൃപ്പതി. സനുട്ടൻ തിന്നും രാവിലെയൊക്കെ ആണെങ്കിൽ. ഓന് പിന്നെ സ്കൂളിൽ തന്നിട്ടും അതേ പറഞ്ഞ മാതിരി കിടക്കണ നേരത്തും അപ്പോഴൊന്നും ഓന് വലിയ തൃപ്പതിയില്ല കേട്ടോ. രാവിലെയും മദ്രസക്ക് പോകുമ്പോഴും മദ്രസ വിട്ടിരുമ്പോഴാണ് കേട്ടോ ഓന് തൃപ്പതിയുള്ളൂ. അങ്ങനെ അതാക്കണേ ഞാൻ പത്തിരിയൊക്കെ വാട്ടി കുഴച്ചിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിനി കേട്ടോ. ആ വെള്ളം പോരായിനി കുറച്ച് മുക്കിനി. പിന്നെ അതന്നെ ഞാൻ അതിലേക്ക് പാർന്നു കൊടുത്ത് പിന്നെയും കുറച്ചും കൂടി പച്ചവെള്ളമൊക്കെ പാർന്നു കൊടുത്ത് ഒന്നുകൂടി ചൂടാക്കിയൊക്കെ എടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ.
ഇനി നമുക്ക് അതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കജ്ജുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടോടൊക്കെ കുഴക്കാൻ നമുക്ക് വല്ലാത്ത പേടിയാണ് കേട്ടോ. അപ്പോൾ കവറൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഞാൻ കുഴക്കലുണ്ടേനി. അപ്പോൾ ഒന്ന് കവർ ഇടാനൊന്നും വെച്ചാന്ന് വിചാരിച്ച്. അപ്പോൾ ആ കവർ എടുക്കാൻ പോകണ്ടേ, മടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ പൊടിയൊക്കെ നല്ലോണം വാട്ടി കുഴക്കാൻ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഈ കുഴക്കുമ്പോൾ പച്ചവെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ കാട്ടൽ. കജ്ജ് വെള്ളത്തിൽ മുക്കും പിന്നെയും കുഴക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്നിങ്ങനെ നമ്മൾ ഉരുളയാക്കി ഒന്നിച്ചൊക്കെ കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ 2 ഉരുളയാക്കി എടുക്കും. എന്നിട്ട് പിന്നെ ആദ്യം ഒരു ഉരുള വെള്ളമൊക്കെ കൂട്ടി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പാടെ കാട്ടി വന്നാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമല്ലോ, അത് എഴുതിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെയൊന്നും കാട്ടാഞ്ഞത്. പിന്നെ ഞാൻ ഒക്കെ ഉരുളയാക്കി വെച്ചിങ്ങനെ കേട്ടോ. ഞാൻ ഓരോന്ന് പരത്തിയെടുത്ത് വെച്ചിങ്ങനെ. പിന്നെ തേങ്ങ ഞാൻ അരച്ചു കേട്ടോ. പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞാരെയാണ് തേങ്ങ അരച്ചത്. പിന്നെ ആ ചാറ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊന്ന് ആറാൻ വേണ്ടി വെച്ചതിന് കേട്ടോ. തണുപ്പോട് കൂടി നമ്മൾ ഗ്യാസിൽ വെച്ചാൽ ആ തണുപ്പ് മാറോളം ഗ്യാസ് കത്തണ്ടേ. അപ്പം തണുപ്പ് മാറിയതിന് ശേഷം വെച്ചാൽ പെട്ടെന്ന് തിളച്ചോളുമല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് പാർന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ചാറൊന്ന് തൂമിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ ഇതാക്കുന്ന പത്തിരി ചൂടാൻ വേണ്ടി നമ്മളെ സാധനം കയറിയിരിക്കണം കേട്ടോ. ഓന് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ പണിയെടുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ച് പോളും ചെങ്ങായി എന്നൊക്കെ പറയാം. അപ്പോൾ വിട്ടിരിക്കും കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണി. അപ്പോൾ ഞാൻ പറയും വലിയതായി കഴിഞ്ഞാൽ ഷെഫായിക്കൊണ്ടേറി കേട്ടോ. ഷെഫായിക്കൊണ്ടേറി കാരണം ഓന് ചോറും കൂട്ടാനും ഉണ്ടാക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് എന്ത് വേണമെങ്കിലും ഓൻ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഞാൻ പറയും ഇജ് വലിയതാകുമ്പോൾ ഷെഫിന് പഠിച്ചോളാണ്ടിട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ ഇതാക്കണേ പത്തിരിയൊക്കെ ചുട്ട് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഓർക്ക് ചായ കൊടുക്കാം. പിന്നെ ഞാൻ ഓനോട് പറഞ്ഞു ഇഞ്ചി പൊയ്ക്കോ, ബാക്കി ഞാൻ ചുട്ടുകൊണ്ട് പിന്നെ എനിക്ക് മദ്രസക്ക് പോകാനായില്ലേ. അങ്ങനെ ഓനെ ഞാൻ ഇറക്കി പറഞ്ഞേച്ചു ഓർക്കൊക്കെ ചായ കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ സാധനമിട്ട രണ്ടാമൻ വന്നിങ്ങനെ കേട്ടോ. പത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മദ്രസക്ക് പോകുമ്പോഴും പിന്നെ മദ്രസ വിട്ട് വരുമ്പോഴുള്ളൂ ഓന് തൃപ്പതി, അല്ലാതെയും തിന്നൂല കേട്ടോ. അങ്ങനെ എപ്പോഴേലൊക്കെ എല്ലാം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. കിട്ടാത്ത സാധനം എപ്പോഴേലും കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ മക്കളെയൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ ഞാൻ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിക്കാണ് കേട്ടോ. ഓലെ മദ്രസക്കാൻ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇമ്മാരി പണിയെടുക്കുക. അല്ലെങ്കിൽ പിന്നെ മുറ്റത്ത് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മച്ചിയെ മഫ്തൂത്തി തരി, അമ്മച്ചിയെ പർദ്ദക്ക് സിബിട്ടരി പറഞ്ഞ് അങ്ങനെ ടൈൻടേപ്പിളൊക്കെ തരുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ പിന്നെ ആ ചൂലവിടെ ഇട്ടിട്ട് പിന്നെയും കയറണ്ട. അപ്പോൾ ഓരോന്ന് ഒരു വജ്ജാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ പണിയെടുത്ത് കിടക്കാമല്ലോ. അങ്ങനെ ഞാൻ മിറ്റടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താട്ടി നമ്മളെ പച്ചക്കറിയും ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നനച്ചു കൊടുക്കും. അപ്പോൾ വൈകുന്നേരം നനക്കൂല കേട്ടോ. ഒരു നേരെ ഞാൻ നനക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പൂല തന്നെ ഉണ്ടാവും കേട്ടോ നനച്ചീൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ 2 നേരം നനക്കലില്ല, രാവിലെ മാത്രം ഒന്ന് നനക്കൂട്ടോ. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ വൈതലങ്ങ ഒരു മരം പൂ കിട്ടുകയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെടിയൊക്കെ നനച്ചു, നമ്മൾ പച്ചക്കറിയൊക്കെ നനച്ച് വന്ന് പിന്നെ ഞാൻ നമ്മൾ കടന്ന വിരിപ്പും പുതപ്പും ഒക്കെ ഉണ്ടേനി മടക്കി വെക്കാൻ. അതൊന്നും മടക്കി വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ പിന്നെ നമ്മൾ ഓല അങ്ങോട്ട് വജ്ജാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പണിക്കൊക്കെ ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് 1-ാം തീയതി കൂടിയല്ലേ. ആ 1-ാം തീയതി ആകുമ്പം നമ്മൾ പെട്ടെന്ന് പണി ഒരുക്കേണ്ടല്ലോ. ആ കൊല്ലം നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീരുമ്പോഴും അന്ധവിശ്വാസമാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിന്ന് എന്താട്ടി ആരോടൊന്നും വർത്തമാനത്തിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് പണി ഒരുക്കാൻ കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ഈ 2025 എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. വേഗം പണിയൊരുക്കിയാൽ ഈ 2025 കൊല്ലം അവസാനിച്ചിട്ട് വരെ പെട്ടെന്ന് പണി കജ്ജുമോ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ കജ്ജോ അല്ലേ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ മടക്കിച്ച് വന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ പത്തിരിയൊക്കെ ആകുമ്പോൾ വെച്ച് കുറേ ചാറാണ്. പത്തിരിക്ക് എന്നല്ല എല്ലാതായാലും വെച്ച് നല്ലോണം ചാറുമാണ് കേട്ടോ മക്കളെ. അത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നല്ലോണം ചാറ് പറഞ്ഞ് കുഴച്ച് തിന്നുമ്പോൾ അതിൻ്റെ രസം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സാനൂട്ടൻ പറഞ്ഞു ഉമ്മച്ചി സ്കൂൾക്ക് പത്തിരി ഉണ്ടാകാൻ തരുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 3-4 പത്തിരി ഒരു തുള്ളി കറിയും പാടെ ഞാൻ കുപ്പിയിലാക്കി കൊടുത്ത് മിനുട്ടിക്ക് പിന്നെ പപ്പടം പൊരിച്ചിക്കണം കേട്ടോ. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ന്യൂ ഇയർ ഫ്രണ്ടിന് കൊടുക്കാൻ ഗ്രീറ്റിങ്സ് കാർഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഇത് മിന്നുട്ടിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടി ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. ഓളുണ്ടാക്കി കൊടുത്താണ്.
ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ സനുവിന്. അപ്പോൾ ഓനും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും തന്നെ ഒന്നിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. ഓരുണ്ടാക്കണ മാതിരിയൊന്നും ഇപ്പോൾ നമുക്ക് വെക്കൂലല്ലോ. ഏതായാലും ഇച്ച് കജ്ജണ മാതിരിയൊക്കെ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി ഒരു പുഗ്ഗൊക്കെ വരച്ച് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹാർട്ടൊക്കെ വെട്ടിയെടുത്ത് വെച്ചിരിക്കണേ. അങ്ങനെ ഇതാക്കണേ ഞാൻ. അതൊക്കെ കഴിഞ്ഞ് മിന്നൂട്ടിനെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം. അപ്പോൾ അതിന് ഞാൻ എല്ലതും ഒരുക്കി വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഓളെ കൊണ്ടുപോയാക്കി വന്നിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓളെ സ്കൂളിലൊക്കെ കൊണ്ടുപോയാക്കി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഫോണൊന്നും എടുത്തിട്ടില്ല, ഇനി അതവിടെ വെച്ച് പോയിക്കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി നെയ്ച്ചോറാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ എന്താട്ടി ഇപ്പം നമ്മളായിട്ട് കുറക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് നെയ്ച്ചോറും വെച്ച് കുറച്ച് കോഴി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് ചാറും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് 2025 നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. ആ ഒരു കൊല്ലം കജ്ജണ വരെ ഇറച്ചിയും കോഴിയും മീനൊക്കെ ആയിട്ട് അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഒക്കെ ഒരു പരീക്ഷണമാണ് കേട്ടോ മക്കളെ. അപ്പം ഞാനിത് പറയുമ്പോൾ ചളി തമാശ എന്നൊന്നും പറയണ്ട കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ തൊള്ളിയിൽ ഇങ്ങനെയാണ് വരുന്നതാണ്. അപ്പോൾ പറയണം കേട്ടോ. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്കറ്റൊരു കുഴപ്പമില്ല കേട്ടോ. അതിന് തന്നെയല്ല നമ്മൾ ഈ കമൻറ്റ് ബോക്സ് തുറന്നിട്ടിരിക്കുന്നത് നിങ്ങളൊക്കെ അഭിപ്രായം പറയാൻ. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമോ സങ്കടമോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പറയാമല്ലോ, ഒക്കെ പറയാം. എന്നാലെങ്കിലും നമ്മളെ കമൻറ്റ് ബോക്സ് ഒന്നും അറിയാമല്ലോ, അത്ര തന്നെ. ഇന്നതാക്കണ ഞാൻ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പെരിഞ്ചീരകവും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അത് മറന്നീനി, ഇപ്പോഴാണ് ഓർമ്മ. അതേ പറഞ്ഞ മാതിരി നമ്മൾ കരിയേപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ മറന്നു പോയി. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഇന്നിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഇപ്പം നമ്മൾ കരിയേപ്പിൻ്റെ ഒന്നും ഇടാത്ത ഓർമ്മ. അങ്ങനെ ഇതാണ് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് ഞാൻ മൂടി വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ നല്ലോണം ചാറുമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം പാർന്ന് വെക്കണം. അല്ലെങ്കിൽ പിന്നെ കോഴിയിൽ വെള്ളം കൂടും. അതുകൊണ്ട് വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്നലെ നല്ല കുറുന്നനേക്കണം കേട്ടോ. പിന്നെ നമ്മളെ പയറിൻ്റെ വള്ളിമന്നുണ്ടല്ലോ, നമ്മൾ മുന്നോട്ട് പറിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 3-4 പയർ ഇനിയുണ്ട്, നമുക്ക് നാളെയും പറിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോന്നാവും അതിങ്ങനെ പറിച്ചലാണ്. അങ്ങനെ അടുപ്പും വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനും പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.